ED ഉദ്യോഗസ്ഥർക്ക് നേരെ ഇന്നലെയും ഇന്നുമുണ്ടായ ആക്രമണമാണ് അടുത്ത വിഷയം. പശ്ചിമ ബംഗാളിലെ നോർത്ത് 24 പർഗാനസിലായിരുന്നു അവിടെ തൃണമൂൽ നേതാവിന്റെ വസതിയിൽ റെയ്ഡിനെത്തിയപ്പോൾ ഇന്നലെ ആദ്യം ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു. അവിടെ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ കല്ലും പട്ടികയും ഒക്കെ ഉപയോഗിച്ചാണ് ആൾക്കൂട്ടം നേരിട്ടത്. അതിൽ പല ഉദ്യോഗസ്ഥർക്കും തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെ ഇന്നുമുണ്ടായി ആക്രമണം. അവിടെ തന്നെ മറ്റൊരു തൃണമൂൽ നേതാവിന്റെ വീട്ടിൽ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ED ഉദ്യോഗസ്ഥർക്ക് നേരെ ജനക്കൂട്ടം സംഘടിച്ചെത്തുന്നു. അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയാണ് ചെയ്തത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ED ഉദ്യോഗസ്ഥർക്ക് നേരെ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികൾക്ക് നേരെ ഇങ്ങനെ ഒരു അറ്റാക്ക് ഉണ്ടായതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദൗസർ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ED ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളുടെ കടന്നുകയറ്റം നമ്മൾ പലപ്പോഴായി സംസാരിച്ചതാണ്. പക്ഷേ ഇത് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ED ഉദ്യോഗസ്ഥരെ അവിടെ ആൾക്കൂട്ടം സംഘടിച്ചെത്തുന്നു, അവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും? അല്ല, ഈ ആൾക്കൂട്ട ആക്രമണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ പ്രവർത്തനമാണ്. അതിന് എന്താണ് ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന, ഭരണഘടനയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ അതേസമയം നമ്മൾ കാണേണ്ട ഒരു കാര്യം, ED ഈ നിലയിൽ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ EDയെ തെരുവിൽ നേരിടുന്ന അവസ്ഥ വരും എന്ന കാര്യം പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾ കുറേ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം എന്നുള്ള നിലക്കും വേണമെങ്കിൽ നമുക്കതിനെ കാണാം. കാരണം എന്താണെന്ന് വെച്ചാൽ ED എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വ്യക്തമായ കാര്യമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർലമെൻറ്റിൽ ഒരു മന്ത്രി തന്നെ ഈയിടെ വിളിച്ച് പറഞ്ഞല്ലോ, ED വരും കേട്ടോ വീട്ടിലേക്ക്, മീനാക്ഷിയിലേക്ക് ട്രഷറി ബെഞ്ചിലിരിക്കുന്ന ഒരാൾ പറയുകയാണ്, വല്ലാതെ വർത്താനം പറയണ്ട, ED വരും. അപ്പോൾ എന്താണ് ED എന്നുള്ളത് അതിലപ്പുറം വേറെ നോക്കേണ്ട കാര്യമില്ല. രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂൾ മാത്രം. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് ബോക്സ് പറഞ്ഞിട്ടുണ്ട്, NDAയിലെ BJP കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് ED എന്ന് പറയുന്നത്. രാഷ്ട്രീയ എതിരാളികളെ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുകയാണ്. ബംഗാൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന മേഖലയാണ്. കേരളമുണ്ട്. ഇത് ഇന്ന് വീണ്ടും നമ്മുടെ തോമസ് ഐസക്കിന് സമൻസ് അയച്ചിട്ടുണ്ട്. തോമസ് ഐസക്കിൻ്റെ കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ ആഴ്ചയാണ് കോടതി തള്ളിക്കളഞ്ഞതാണ് അദ്ദേഹത്തിനെതിരായുള്ള നടപടി. പക്ഷേ വീണ്ടും പുതിയ സമൻസ് അയച്ചിരിക്കുകയാണ്. അതുകൂടെ കാണേണ്ട കാര്യം വെച്ചാൽ ഒരു ഭരണകൂട ഏജൻസി, ഇപ്പോൾ കിഫ്ബി എന്ന് പറയുന്ന ഒരു സർക്കാർ വെഹിക്കിളാണത്. ഒരു സർക്കാരിൻ്റെ പദ്ധതികൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ളൊരു വെഹിക്കിളാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് ഈ തോമസ് ഐസക്കിനെതിരെ ഈ പടപ്പുറപ്പാട് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രതിപക്ഷത്താണെങ്കിൽ, വ്യക്തികളാണെങ്കിലും സർക്കാർ ഗവൺമെൻറ് മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെ ഞങ്ങൾ പിന്നാലെ കൂടി പിടികൂടുക തന്നെ ചെയ്യും, അല്ലെങ്കിൽ പിന്നാലെ കൂടി ബുദ്ധിമുട്ടിക്കുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് നിരന്തരം ED നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നിയമപരമായിട്ട് അതും കൂടെ കാണണം. നിയമപരമായിട്ട് ഇതൊന്നും എവിടെയും എത്തുന്നില്ല. 0.5% ഇവരുടെ കൺവിക്ഷൻ റേറ്റ് എന്ന് പറഞ്ഞാൽ ED ഒരു രാഷ്ട്രീയ ആയുധമാണ്. ED സാങ്കേതികമായി ഒരു ഗവൺമെൻറ് ഏജൻസിയാണ്. അതിന് ഭരണഘടനാപരമായ പരിരക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും പ്രയോഗത്തിൽ അതൊരു രാഷ്ട്രീയ ആയുധമാണ്. ഇപ്പോൾ ഇന്ന് ബംഗാൾ ആക്രമണത്തിന് ശേഷം അവിടുത്തെ ഗവർണർ ആനന്ദ ബോസ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഇത് ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ ഭരണഘടനയെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്, ഞാൻ ആക്ട് ചെയ്യും, ഗുണ്ടാരാജ് അനുവദിക്കില്ല എന്നപ്പോൾ ഒരു ഭയങ്കരമായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ശരിയാണ്, ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനം ഒരു സെൻട്രൽ ഏജൻസി സംസ്ഥാനത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് സുരക്ഷ ഒരുക്കേണ്ട ചുമതല സംസ്ഥാന സർക്കാരിനുണ്ട്. അതവർ നിർവഹിക്കുന്നില്ലെങ്കിൽ അത് ഭരണഘടനാപരമായിട്ടുള്ള വീഴ്ചയാണ്. അതൊക്കെ സാങ്കേതികമായി മാത്രമേ ശരിയാവുന്നുള്ളൂ. ഇത് ED എന്ന് പറയുന്നത് ഈ നിലക്കുള്ള ഒരു നിയമപരമായ ഏജൻസിയാണ് എന്നുള്ളത് സാങ്കേതികം മാത്രമാണ്. അത് പ്രയോഗത്തിൽ എന്താണ്? ഒരു രാഷ്ട്രീയ ആയുധമാണ്. അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾ അതിനെതിരെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നു എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ഈ പറയുന്ന കേന്ദ്ര ഏജൻസികൾ എന്തൊക്കെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പലതവണ ഔട്ട് ഓഫ് ഫോക്കസിൽ പറഞ്ഞ കാര്യമാണ്, ഇന്ത്യ എന്ന് പറയുന്നത് അത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് അല്ല, അതൊരു യൂണിയൻ ടെറിട്ടറിയാണ്. ഇന്ത്യ മൊത്തത്തിൽ ഒരു യൂണിയൻ ടെറിട്ടറിയാണ് എന്ന് വിചാരിക്കുന്നവരാണ് കേന്ദ്രം ഭരിക്കുന്നത്. അപ്പം നമ്മുടെ ഭരണഘടന പ്രകാരം ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ പോലീസിങ് എന്ന് പറയുന്നത്, ലോ എൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇവിടുത്തെ ക്രമസമാധാനം നോക്കേണ്ട ചുമതല ഇവിടുത്തെ പോലീസിനാണ്, അല്ലേ? അപ്പോൾ അതിന് ഭരണഘടന മാറ്റാതെ തന്നെ അതെങ്ങനെ കേന്ദ്രത്തിന് കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് കേന്ദ്രം ആലോചിക്കുന്നുണ്ട്.
അതിൻ്റെ നടപടി ഇപ്പോൾ അതിനാണ് വിവിധ തരത്തിലുള്ള ഏജൻസീസിനെ ഇവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു കാര്യം എടുക്കുക, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഏജൻസിയാണ് CBI. എനിക്ക് 65-ലാണ് CBI ഫോം ചെയ്യപ്പെടുന്നത്. CBI ഒരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ഒരു കേന്ദ്ര ഏജൻസിയാണ്. പക്ഷേ ഒരു കാര്യം ദിവ്യ ശ്രദ്ധിക്കണം, CBIക്ക് ഒരു സംസ്ഥാനത്ത് ഓപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാന ഗവൺമെൻറ് ജനറൽ കൺസെൻറ്റ് അതിന് ആവശ്യമാണ്. ഇനി ജനറൽ കൺസെൻറ്റ് ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കേസ് എടുക്കണമെങ്കിൽ അതിന് സെപ്പറേറ്റ് കൺസെൻറ്റ് കൊടുക്കാം. എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കൺസെൻറ്റ്, അനുമതിയില്ലാതെ CBIക്ക് ഒരു സംസ്ഥാനത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ CBI ഇങ്ങനെ വ്യാപകമായി ഉപയോഗപ്പെടുത്താൻ, ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് BJP അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ വ്യാപകമായി ഈ ജനറൽ കൺസെൻറ്റ് പിൻവലിക്കുന്നത്. ഇപ്പോൾ 9 സംസ്ഥാനങ്ങൾ ആ കൺസെൻറ്റ് പിൻവലിച്ചിട്ടുണ്ട്, കേരള അടക്കം. കേരളം, വെസ്റ്റ് ബംഗാൾ, തമിഴ്നാട്. അപ്പോൾ ആ CBI അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത പരിപാടിയാണ് ED എന്ന് പറയുന്നത്. EDക്ക് പക്ഷേ ഈ PMLA ആക്ട് പ്രകാരം വരുന്ന ഈ ഫിനാൻഷ്യൽ ക്രൈം, സാമ്പത്തിക കുറ്റങ്ങൾ മാത്രമേ അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ അവർ വേറെ പണി ചെയ്തിട്ടുണ്ട്. 2008 ഫോം ചെയ്യപ്പെട്ട, UPA ഭരിക്കുമ്പോൾ ഫോം ചെയ്യപ്പെട്ട ഏജൻസിയാണ് NIA. 2019 NIA ആക്ടിൽ ഭേദഗതി വരുത്തി. അപ്പോൾ 2008 NIA ആക്ട് പ്രകാരം ഈ ടെററിസം റിലേറ്റഡ് ആയിട്ടുള്ള സംഗതികൾക്ക് മാത്രമേ ഇവർക്ക് അധികാരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 2019 ഭേദഗതിയോടുകൂടി അതിൻ്റെ സ്കോപ്പ് അങ്ങോട്ട് വിപുലപ്പെടുത്തി. ടെററിസം, ഒരു സാധാരണ തല്ല് കേസ് പോലും NIAക്ക് അന്വേഷിക്കാവുന്ന തരത്തിൽ അതിൻ്റെ സ്കോപ്പ് 2019 ഭേദഗതിയോടുകൂടി വിപുലപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ സംസ്ഥാന പോലീസിനും മേലെ, സംസ്ഥാന പോലീസിനെയും ബൈപ്പാസ് ചെയ്തുകൊണ്ട് കേന്ദ്രത്തിന് ഓരോ സംസ്ഥാനത്തും വരാനും കേസുകൾ ഏറ്റെടുക്കാനും ആളുകൾ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ അധികാരം NIA ഭേദഗതിയോടെ വരികയാണ്. ഫലത്തിൽ എന്താ സംഭവിക്കുന്നത്? ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്ന സ്റ്റേറ്റ് ലിസ്റ്റിൽപ്പെട്ട കാര്യം സെൻട്രൽ ലിസ്റ്റിലേക്ക് പോവുകയാണ്. 2021 വിചിത്രമായ മറ്റൊരു സംഗതി കൂടി നടന്നു. അത് നിയമ ഭേദഗതി പോലുമല്ല, ഒരു നോട്ടിഫിക്കേഷനിൽ ഒരു തിരുത്ത്. എന്താണെന്ന് വെച്ചാൽ BSF ആക്ടിൽ ഒരു തിരുത്ത് കൊണ്ടുവരികയാണ് അവർ. ഒരു നോട്ടിഫിക്കേഷൻ, ഗവൺമെൻറ് നോട്ടിഫിക്കേഷനിലൂടെ. എന്താണെന്നറിയോ? വളരെ സിമ്പിളാണ്. BSF ആക്ട് പ്രകാരം, BSF അതിർത്തി സംസ്ഥാനങ്ങളാണല്ലോ പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ അതിർത്തിയിൽ നിന്ന്, ഇൻ്റർനാഷണൽ ബോർഡർ, അതിർത്തിയിൽ നിന്ന് 15 കിലോമീറ്റർ റേഡിയസിലാണ് അവരുടെ പ്രവർത്തന മേഖല. പക്ഷേ 15 കിലോമീറ്ററിലേ അവർക്ക് അധികാരമുള്ളൂ. ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, അസം ഈ 3 സംസ്ഥാനങ്ങളിലെയും അതിർത്തികളിൽ 50 കിലോമീറ്ററിൽ ഇവർക്ക് അധികാരം നൽകി. ഈ 50 കിലോമീറ്ററിൽ സെർച്ച് നടത്താം, സീസർ നടത്താം, അറസ്റ്റ് ചെയ്യാം. ഈ അധികാരം BSF നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ ഫലത്തിൽ എന്താ സംഭവിക്കുന്നത് അറിയോ? ഈ 3 സംസ്ഥാനങ്ങളിലെയും അതിർത്തി ജില്ലകൾ അത് കേന്ദ്രാധികാര പ്രദേശങ്ങളായി മാറുകയാണ്. അവിടുത്തെ പോലീസിന് പിന്നെ അവിടെ വലിയ റോളില്ല. BSFന് അവിടെ എന്തും ചെയ്യും. ഇത് നോക്കൂ, ഒരു പാർലമെൻറ്റിൽ പോലും വന്നിട്ടില്ല, ഒരു നിയമ ഭേദഗതി പോലും ഇല്ല, ഒരു നോട്ടിഫിക്കേഷനിലൂടെയാണ് അവരെ നടപ്പിലാക്കുന്നത്. ഇതേ പരിപാടി ഉണ്ടല്ലോ നമ്മൾ കോസ്റ്റ് ഗാർഡിൻ്റെ കാര്യത്തിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കാം. ഇനി 77-ലാണ് കോസ്റ്റ് ഗാർഡ്, 77 75-ലാണ് കോസ്റ്റ് ഗാർഡ് ഉണ്ടാകുന്നത്. കോസ്റ്റ് ഗാർഡ് ആക്ടാണ് അതിൻ്റെ അടിസ്ഥാനം. അത് പ്രകാരം ഇവരുടെ പ്രവർത്തന ജൂറിസ്ഡിക്ഷൻ എവിടെയാണെന്നറിയോ? നമ്മുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ് കോസ്റ്റ് ഗാർഡിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറഞ്ഞാൽ, അധികാര പരിധിയുള്ള സ്ഥലം. ഇവർക്ക് വേണം ഒരു നോട്ടിഫിക്കേഷൻ മാറ്റാം. എന്ത്? കോസ്റ്റിൽ നിന്ന് 10 കിലോമീറ്റർ അല്ലെങ്കിൽ 15 കിലോമീറ്റർ 20 കിലോമീറ്ററും കൂടെ കോസ്റ്റ് ഗാർഡിൻ്റെ അധികാര പരിധിയാണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളും കോസ്റ്റ് ഗാർഡിൻ്റെ കൊണ്ടുവരാൻ പറ്റും. വയനാട്, ഇടുക്കി, പത്തനംതിട്ട ഒഴികെ ബാക്കി എല്ലാം കൊണ്ടുവരാൻ പറ്റും. ഒരു നോട്ടിഫിക്കേഷൻ മതി. ഇതാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനോടുള്ള പ്രതിഷേധമുണ്ട്, ജനങ്ങൾക്കിടയിലുണ്ട്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലുണ്ട്. അത് പല നിലയിൽ പുറത്തേക്ക് വരുന്നുണ്ട്. അതാണ് ബംഗാളിൽ കണ്ടത്. അവിടുത്തെ TMC ലീഡർ അതിനോട് പ്രതികരിച്ചത് പ്രൊവോക്കേഷൻ. അതിൻ്റെ തമാശ വെച്ചാൽ TMCയുടെ ഇപ്പോഴത്തെ നേതാവ് സുവേന്ദു അധികാരി, BJPയുടെ നേതാവ്, പഴയ TMCയുടെ നേതാവ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ്. അങ്ങേര് തൃണമൂൽ കോൺഗ്രസ് നേതാവായിരിക്കും. അങ്ങേർക്കെതിരെ ഉയർത്താത്ത അഴിമതി ആരോപണങ്ങളില്ല. കള്ളൻ എന്നാണ് BJP അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. പുള്ളിയുടെ അടുത്ത് ED പോകുന്നേ ഇല്ല. ഇന്നലത്തെ സംഭവത്തെക്കുറിച്ച് പുള്ളി എന്താ പറഞ്ഞാൽ അറിയോ? ഈ EDക്കാരെ ഇടിച്ചതിനെ കുറിച്ച്, അത് റോഹിംഗ്യൻസ് ചെയ്തതാണെന്നാണ്. റോഹിംഗ്യൻസ് വന്ന് ചെയ്തതിന് മര്യാദയ്ക്ക് വിഷപ്പെടുക്കാൻ കഴിയാതെ ഇവിടെ ക്യാമ്പുകളിൽ ജീവിക്കുന്ന ആളുകളാണ് റോഹിംഗ്യൻസാണ് ഈ ആക്രമണത്തിന് പിന്നിൽ നിന്നാണ് പുള്ളി പറഞ്ഞത്. TMC പ്രവർത്തകരും റോഹിംഗ്യൻസും ചേർന്ന് അതിനകത്തും ഒരു വർഗീയത കുത്തിക്കയറ്റാനുള്ള ശ്രമമാണ്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പും ഇതേ കാര്യമാണ് പറയുന്നതാണ്.
എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ ഇത് അവർക്ക് ഇടി കിട്ടിയിട്ടേ ഉള്ളൂ എന്നുള്ള ഭാഗ്യം ചിലപ്പോൾ കൊന്നു കളഞ്ഞേനെ. അതാണ് ഇവിടുത്തെ എന്താണ് ആഭ്യന്തര സുരക്ഷയുടെ അവസ്ഥ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ട് BJPയുടെയും കേന്ദ്ര ഗവൺമെൻറ് ഏജൻസികൾ എന്താണ് പറയുന്നത്, ആളുകൾ എന്താണ് പറയുന്നത്, അത് തന്നെയാണ് കോൺഗ്രസ് പറയുന്നത്. ഓക്കെ, EDയുടെ ആളുകൾ ആക്രമിച്ചതിനെ അനുകൂലിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഈ അടിസ്ഥാന രാഷ്ട്രീയം എന്താണ് കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളിൽ BJP ഭരണകൂടം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്, അതിൻ്റെ ഒരു കോർ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, അത് ശരിയാം വിധം അതിനെ മനസ്സിലാക്കി ആവർത്തിച്ചുറപ്പിച്ച് പറയുന്നതിൽ പ്രതിപക്ഷം ഇപ്പോഴും വിജയിക്കുന്നില്ല എന്നുള്ളതാണ്. അജിംസ്, ഇവിടെ കേന്ദ്രത്തിനുള്ള ഒരു താക്കീത്, ഒരു മുന്നറിയിപ്പാണോ പശ്ചിമ ബംഗാളിൽ കണ്ടത്? കേരളത്തിന് മാത്രമല്ല, പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും വയലൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആദ്യമായിട്ടാണെന്നുള്ളതാണ്. പക്ഷെ അത് ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. കാരണം വെച്ചാൽ അതൊരു മോബ് വയലൻസ് ആണ്. കാരണം ഈ വന്ന ED ഉദ്യോഗസ്ഥരോടൊപ്പം CRPF ജവാന്മാരുണ്ടായിരുന്നു അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി. പക്ഷേ ഈ ആളുകൾ ഔട്ട്നംബേർഡ് ആയപ്പോൾ, കാരണം അത്രയധികം ആളുകൾ വന്നിട്ടാണ് തല്ലിയത്. ഈ CRPF കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ പോലും അടികൊണ്ട് ഓടുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് അങ്ങനെ പ്രൊവോക്ഡ് ആയിട്ട്, അതായത് ജനങ്ങൾ സഹികെട്ടിട്ട് തിരിച്ചടിക്കുന്നതാണ് എന്നൊരു ജഡ്ജ്മെൻറ്റിൽ ഇപ്പോൾ എത്താൻ പറ്റില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞ സംസ്ഥാനത്തിൻ്റെ അവസ്ഥ നമുക്കറിയാം. അത് ചരിത്രപരമായി തന്നെ വയലൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ്. പൊളിറ്റിക്കൽ വയലൻസ് അതിൻ്റെ ഒരു കൂടപ്പറപ്പാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി ഇപ്പോൾ അവിടെ എന്താണ് റേഷൻ സ്കാമാണ്. റേഷൻ കടയിൽ പോകേണ്ട അരി ഓപ്പൺ മാർക്കറ്റിൽ പോയി എന്നാണ് അഴിമതിയുടെ കണ്ടെത്തൽ. അപ്പോൾ അഴിമതി നടന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ED വന്നു. അവിടെ ഏത് പ്രതിപക്ഷം ഭരിക്കുന്ന ഏത് സംസ്ഥാനത്ത് എന്ത് ക്രമക്കേടുണ്ടെങ്കിലും അപ്പോൾ ED അറിയുകയും വരികയും ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം. ഒരു ഉദാഹരണം, 2016 ഈ നോട്ട് നിരോധിച്ചു കഴിഞ്ഞ സമയത്ത് 1,58,000 കോടി രൂപ, എൻ്റെ 1,58,000 കോടി രൂപ എൻ്റെ പൊസിഷനിലുണ്ട്. ആ കാശ് എൻ്റെ അല്ല, അത് രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയൊക്കെയാണ് എന്ന് വിളിച്ചു പറഞ്ഞൊരു മനുഷ്യനുണ്ടായിരുന്നു. ഗുജറാത്തിലാണ്, അഹമ്മദാബാദിൽ. ആ മനുഷ്യൻ അങ്ങനെ വിളിച്ചു പറഞ്ഞു. അത് വലിയ വിവാദമായി. വലിയ വിവാദം എന്ന് ഇങ്ങോട്ടൊന്നും വാർത്തയായിട്ടില്ല, ഗുജറാത്തിൽ വലിയ വിവാദമായി. കാരണം അത്രയും ഹ്യൂജ് എമൗണ്ടാണ് എൻ്റെ കൈവശമുണ്ട്, അതെൻ്റെ കള്ളപ്പണമാണ്, ഞാനത് നിയമ നടപടി നേരിടാൻ തയ്യാറാണ്, ഞാനതിൻ്റെ പിഴ കൊടുക്കാം, ബാക്കി കാശ് എനിക്ക് തന്നാൽ മതി. 1,52,000 കോടിയുടെ എത്രയോ % അടച്ചാലും അയാൾക്ക് നഷ്ടപ്പെടുന്ന 5,000 കോടി രൂപയാണ്. ബാക്കി മുഴുവൻ അയാളുടെ കയ്യിൽ കിട്ടും. ഇത് മുഴുവൻ കള്ളപ്പണമാണെന്നാലും ഇത് സമ്മതിക്കണം, ഇതെൻ്റെ പൈസയല്ല. ഇത് ഇങ്ങനെ പറഞ്ഞൊരു മനുഷ്യൻ ഇപ്പോഴും അയാൾ ജീവിച്ചിരിപ്പുണ്ട്. അയാൾ പിന്നെ കുറേ ആളത്തേക്ക് കാണാതായി. ഇത് വിളിച്ചു പറഞ്ഞിട്ട് അയാൾ കുറേ ആളത്തേക്ക് കാണാതായി. 2017 പിറ്റേ വർഷം അയാൾ ഒരു ഗുജറാത്തി ചാനൽ സ്റ്റുഡിയോയിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയാണ്. ഇതേ വിഷയം, ഈ നോട്ട് നിരോധനത്തിൻ്റെ വാർഷികത്തിന് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ വേണ്ടി അയാൾ വന്നിരിക്കുക. അപ്പോൾ അയാൾ വന്നിരുന്നതും പോലീസ് ഓൺ-എയറിൽ ലൈവ് പോയിക്കൊണ്ട് ഓൺ-എയറിൽ വന്ന് അയാളെ പൊക്കിയെടുത്തിട്ട് പോയി. പിന്നെ അയാൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ ഈ 1,58,000 കോടി രൂപ ഒരു സിംഗിൾ മാൻ അയാൾ പ്രോസസ്സ് ചെയ്ത് വെച്ച് അയാൾ കൈവശം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ED അന്വേഷണം ഉണ്ടായോ? അയാൾ സ്വയം പറയുകയാണ്, ഞാനിത് EDക്ക് എല്ലാവർക്കും ഇതിൻ്റെ ടാക്സ് അതോറിറ്റിക്ക് എല്ലാം ഇതിൻ്റെ കണക്ക് കൊടുക്കാൻ തയ്യാറാണ്, ഞാൻ പിഴ കൊടുക്കാം, എനിക്ക് ഇത്ര % പിഴ അടച്ചത് കിട്ടും, ഈ പിഴ കൊടുക്കിയിട്ടെങ്കിൽ ബാക്കി തന്നാൽ എന്നാൽ സ്വയം പറയുകയാണ്. ED അയാളെ അന്വേഷിക്കുക. ഈ 1,58,000 സോഴ്സ് കണ്ടെത്തിയോ? ഇല്ലെങ്കിൽ പിന്നെ ED എന്തിനാണ് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇനിയൊന്നും വേണ്ട. കർണാടക ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു BJP മന്ത്രിയുടെ വീട്ടിൽ നിന്ന്, അയാളുടെ മകൻ്റെ ഓഫീസിൽ നിന്ന് നോട്ട് കെട്ടുകൾ പിടിച്ചിരുന്ന സീൻ നമ്മൾ കണ്ടായിരുന്നല്ലോ. അത് എത്ര കോടിയാണെന്ന് എൻ്റെ എണ്ണം പോലും ഞാൻ മറന്നുപോയി. എന്നിട്ട് ED അവിടെ വന്നായിരുന്നോ? ഇല്ലല്ലോ. 40,000 കോടി രൂപയുടെ അഴിമതി കഴിഞ്ഞ BJP സർക്കാരിൻ്റെ കാലത്ത് കർണാടകയിൽ നടന്നു എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരല്ല, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു MLA തന്നെ വിളിച്ചു പറയുകയാണ്, മൊത്തം 40,000 കോടി രൂപയുടെ അഴിമതി വന്നിട്ടുണ്ട്, ഇതിൻ്റെ സോഴ്സ്, ഈ പൈസ എവിടെ പോയി എന്നൊരു ED വന്നോ? വന്നില്ലല്ലോ. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, നമ്മുടെ ADRന്റെ കണക്ക് പ്രകാരം ഇലക്ട്രൽ ബോൺസിൽ ഏറ്റവും കൂടുതൽ പണം നിക്ഷേപിച്ചിട്ടുള്ള 2 കമ്പനികൾ, ഒന്ന് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. മേഘ എഞ്ചിനീയറിംഗിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മേഘ എഞ്ചിനീയറിംഗിൽ ഈ ഹൈദരാബാദിലുള്ളൊരു സ്ഥാപനമാണ്. അവിടെ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരം ED റെയ്ഡ് നടന്നുകൊണ്ടിരുന്ന സ്ഥാപനമാണ്, നിരന്തരം. അപ്പോൾ ആ നിരന്തരം ED റെയ്ഡ് നടക്കുമ്പോൾ തന്നെ പലരും പറയുന്നുണ്ട് ഇത് അദാനി മേടിക്കാൻ പോകുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പണം ഈ ഇലക്ട്രൽ ബോണ്ടുകൾ വഴി BJPക്ക് കൊടുത്തിട്ടുള്ള സ്ഥാപനം. സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്താണ്? സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ ഒരു കോമ്പറ്റീറ്ററും ഇല്ലാതെ കേന്ദ്ര സർക്കാർ വാക്സിൻ നിർമ്മിക്കാൻ അവർക്ക് ഓർഡർ കൊടുത്തതാണ്. ഒരു കോമ്പറ്റീറ്ററും ഇല്ലാതെ അവരെന്തിനായിരിക്കും ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്തിട്ടുണ്ടാവുക? എന്തിനാണ് BJP പണം കൊടുക്കുന്നത്? ജസ്റ്റ് ആലോചിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ കള്ളപ്പണമാണോ? അല്ലേ? ഇതൊന്നും ED അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പ് ഈ അന്വേഷണ ഏജൻസികളുണ്ട്. പക്ഷേ ഈ അന്വേഷണ ഏജൻസി ഒരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. അവർക്ക് തെളിവുകൾ വേണ്ട. ഇപ്പോൾ എന്നെയോ ദിവ്യയോ കൊടുക്കാൻ വേണ്ടി അവർക്ക് തെളിവ് കണ്ടെത്തേണ്ട ആവശ്യമില്ല, ഒരു മൊഴി മാത്രം മതി. നമുക്കെതിരെ ഒരാൾ മൊഴി പറഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്ത് ജയിലിലിടാം. അത്രമാത്രം എന്താണ് പറയുക, രാക്ഷസീയമായ അധികാരങ്ങളുള്ള ഒരു ഏജൻസിയാണ്
ഏറ്റവും ക്രൂരരായ എന്നുവെച്ചാൽ ഒരു തെളിവില്ലാതെ ഒരാളെ പിടിച്ചകത്തിടാം. നാളെ തോമസ് ഐസക്കിനെ സമൻസ് കൊടുത്തു പറഞ്ഞല്ലോ, ഞാൻ ഹാജരാവില്ലാന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരില്ല, എനിക്കന്ന് പാർട്ടി സെക്രട്ടറി ഉണ്ടെന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇനി ചോദ്യം ചെയ്യാൻ വിളിക്കുകയാണ്, നിങ്ങൾക്കെതിരെ ഒരു മൊഴി ഞങ്ങൾക്കുണ്ട് എന്ന് പറഞ്ഞ് ഐസക്കിനെ പിടിച്ചകത്തിടാൻ പറ്റും. അതുകൊണ്ടാണ് അവർ പോകാത്തത്. അപ്പോൾ അത്തരം ഒരു ഏജൻസിയോടുള്ള ശരിയല്ലാത്ത, നിയമപരമല്ലാത്തൊരു പ്രതികരണമാണ് നമ്മളിപ്പോൾ വെസ്റ്റ് ബംഗാളിൽ കണ്ടത്. യെസ്, അതാണ് രാജ്യത്തെ അവസ്ഥ എന്നുള്ളതാണ്.